ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ നമ്മളിന്ന് അത്താഴത്തിന് അവിലാണ് കഴിച്ചിരുന്നത്. നല്ല സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് അവിൽ കഴിക്കാമെന്ന് വിചാരിച്ച്. എല്ലാ ദിവസവും നമ്മൾ നാസ്തിയാണ് കഴിക്കണത് എന്ന് വെച്ചിട്ട് സിമ്പിളാക്കിയിട്ട് അവിൽ കഴിച്ച്. അതൊക്കെ കഴിഞ്ഞ് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുറാനൊക്കെ ഓതാനിരുന്നിട്ടുണ്ടായിരുന്നു. ഹത്തൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുറാൻ ഓതാനിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ ഒരു നേരം ഉറക്കം കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് നമ്മൾ കിടന്നിട്ട് 6:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ ഉറക്കം എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6:30ക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാനിരുന്നു. കാരണം ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് പഠിച്ചതെല്ലാം കൂടി റിവൈസ് ചെയ്യണമായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഒരു 7:30 വരെ എന്തോ ഞാൻ ഇത് തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഇച്ചിരി ടഫാണ്. എത്ര പഠിച്ചാലും ഈ ഇക്വേഷൻസൊക്കെ മറന്നു പോകണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അതങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പഠിച്ച് റിവൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ക്ലാസ്സും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളതിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആവാൻ പോയി. കുളിച്ചൊക്കെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബുക്കൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ബുക്കൊക്കെ ബാഗിലെടുത്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്കൊക്കെ ഈ ബാഗിലെടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. നല്ല ടയേർഡായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വെയിലത്ത് നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ദാഹമൊക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെ ടയേർഡായി വന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി ളുഹർ നിസ്കരിച്ച്. അങ്ങനെ ളുഹർ പെട്ടെന്ന് നിസ്കരിച്ചാലേ നമുക്ക് കിടക്കാനൊരിച്ചിരി സമയം കിട്ടുള്ളൂ. അങ്ങനെ ളുഹറൊക്കെ നിസ്കരിച്ച് പിന്നെ നമ്മുടെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് സിമ്പിളായിരുന്ന ഒരു എക്സാം ആയിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി കിടന്നുറങ്ങി. ശരിക്കും ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്. മദ്രസയിലും പൊതുപരീക്ഷ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് പഠിക്കാനായിട്ട്, റിവിഷൻ ക്ലാസ്. അതിനൊന്നും പോകാണ്ട് കിടന്നുറങ്ങി. അങ്ങനെ എഴുന്നേറ്റിട്ട് അസറൊക്കെ നമ്മൾ പെട്ടെന്ന് പോയി നിസ്കരിച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ശീലമാണ് ഈ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ആൻസേഴ്സൊക്കെ കറക്റ്റാണെന്ന് നോക്കൽ. അങ്ങനെ അതിന് വേണ്ടി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്, ഇങ്ങനെ ആൻസേഴ്സൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ആ ക്ലാസ്സിൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ ആൻസേഴ്സൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടി ഇരിക്കലാണ്. മിക്ക ദിവസവും എക്സാമുള്ള മിക്ക ദിവസവും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. അങ്ങനെ നമ്മൾ മാർക്കൊക്കെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് പാസ്സായോ ഇല്ലയെന്നൊക്കെ നോക്കി വെക്കലാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഏകദേശം നല്ല അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഉമ്മ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് ആറാൻ വേണ്ടി ഫാൻ്റെ അടി കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ ഫസ്റ്റ് നമ്മളത് കുറച്ച് നേരം ഇളക്കി അതിൽ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ അടുക്കളയിൽ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 5:30 6 മണി. അപ്പോഴത്തേക്കും ഉമ്മ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ക്യാരറ്റും സവോളയൊക്കെ കുനുകുന അരിയണമായിരുന്നു ഉമ്മ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ എൻ്റെ ജോലിയായിരുന്നു. അങ്ങനെ എല്ലാം ഉമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മയണൈസും കൂടി ഇടണം. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഉമ്മ അവിടെ ഫില്ല് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ ജോലിയാണ് ഈ സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റിലേക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യൽ. അപ്പോൾ അനിയൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഈ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ബ്രെഡ് ക്രംസിലും കൂടി മുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയത്. ആവശ്യത്തിന് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ എല്ലാം ഇതേപോലെ റോൾ ചെയ്ത് വെക്കണേണം. ഇങ്ങനെ തന്നെയാണ് ഇത് റോൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ അതേപോലെ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലും ആഡ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അവിടെ പൊരിക്കാൻ വേണ്ടി സെറ്റാക്കി വെക്കും. ഉമ്മ ആ സൈഡിൽ അവിടെ ഇരുന്ന് അതെല്ലാം പൊരിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായി. എത്ര നേരത്തെ കയറിയാലും ഈ സമയമാകുമ്പോൾ ഒരു ധൃതിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടുപോയി നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, സെറ്റാക്കി. അപ്പോഴാണ് ഈന്തപ്പഴം വെക്കാൻ മറന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ ഈന്തപ്പഴം കൂടി നമ്മൾ സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമുക്കിന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. അനിയൻ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും പള്ളിയിൽ പോയാണ് നോമ്പ് തുറന്നത്. അങ്ങനെ നമ്മൾ ഈന്തപ്പഴമൊക്കെ എടുത്ത് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കാടമുട്ട ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്ലിയറായിട്ട് കാണിച്ചു തരാം നമുക്കിന്ന് എന്തൊക്കെ നോമ്പ് തുറക്കാനുണ്ടെന്നും. അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ്. സ്പ്രിംഗ് റോളും പിന്നെ പഴംപൊരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാടമുട്ട മസാലയൊക്കെ ഇട്ടത്, പിന്നെ ഷമാം ജ്യൂസും, പിന്നെ നമുക്ക് വാട്ടർമെലണും ഗ്രേപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തരിയും അവിടെ കൊണ്ടുപോയി വെച്ച് അപ്പോഴത്തേക്കും നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം വെച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഈത്തപ്പഴം വെച്ചിട്ടാണ് നോമ്പ് തുറക്കുക. പക്ഷേ ഈത്തപ്പഴം വെച്ച് തുറന്നതിന് ശേഷം ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ടും അവിടെ ക്ലാസ് നല്ല രീതിക്ക് കാണുന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് വാപ്പയൊക്കെ പള്ളിയിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വയറൊക്കെ ഫില്ലായിരുന്നു. അങ്ങനെ വാപ്പയൊക്കെ പള്ളിയിൽ പോയതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഖുറാനൊക്കെ ഓതാനിരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തറാവീന് പോണതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ആ സ്നാക്സൊക്കെ തിന്ന് തീർത്തോളും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഖുറാനൊക്കെ ഓതാനിരുന്നതിന് ശേഷം പിന്നെ ഖുറാനൊക്കെ പൂട്ടി നമ്മൾ തറാവി നിസ്കരിക്കാൻ പോയി റെഡിയായി. അപ്പോഴത്തേക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. ആ വെയിലൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നണം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മുടെ തലവേദനയൊക്കെ മാറ്റിയിട്ട് നമ്മൾ റെഡിയായിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർദ്ദയും നമ്മുടെ ഷോളൊക്കെ എടുത്ത് തറാവീനൊക്കെ പോകാൻ റെഡിയായി. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ തറാവീന് പോലും വരലും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് അങ്ങനെ തറാവീന് പോയി വന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അടുക്കളയിൽ കയറി നോക്കി ഇന്ന് എന്തൊക്കെയാണ് ഫുഡെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. കസ്റ്റേർഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കണമായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റേർഡൊക്കെ സെറ്റാക്കിയപ്പോഴാണ് ഓർക്കുന്നത് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനില്ലേ, അപ്പോൾ ഫുഡ് കഴിച്ചാണ്ട് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പത്തിരിയും മട്ടൻ കറിയൊക്കെ കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റേർഡൊക്കെ കഴിച്ചിട്ട് കിടന്ന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.